ശബരിമലയിലെ സ്വർണ്ണ കവർച്ച ഇതിൽ 10 പ്രതികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ആരോപണ വിധേയനായ ഉണ്ണികൃഷ്ണൻ പോറ്റി അയാൾ പറയുന്നത് 10 അല്ല 15 പേരുണ്ടെന്നാണ്. അപ്പം ഈ പറയുന്ന ഉദ്യോഗസ്ഥർ എന്നതിനപ്പുറത്തേക്ക് സി പി എമ്മിലെ ചില ഉന്നതർക്ക്, സി പി എമ്മിലെ ഒരു മുൻ മന്ത്രിക്ക് ഒക്കെ ഇതിനകത്ത് ചില പങ്കുകളുണ്ടെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ഇത്രയധികം സ്വർണം കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പങ്ക് പലയിടങ്ങളിലേക്കായിട്ട് ഷെയർ ചെയ്യാനുള്ള സാധ്യതയില്ലേ? അപ്പോൾ സി പി എം ഇതിനകത്തൊക്കെ ചില കള്ളക്കളികൾ നടത്തുന്നില്ലേ? ഈ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച വാർത്തയാകുന്നതും ആളുകൾക്ക് അതിൽ കൂടുതൽ താല്പര്യമുണ്ടാകുന്നതും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. അതിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പങ്കുണ്ടോ എന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർ കളക്കാനുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണോ അത് എപ്പോഴും പൂർണ്ണമായിട്ടും വിനിയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് സഹായികളായിട്ട് രാഷ്ട്രീയ നേതൃത്വം വരുമ്പോഴാണ് നമ്മൾ ഇവനൊക്കെ കള്ളന് കഞ്ഞി വെച്ചവനാണോ എന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഒരു പൊതുസ്ഥിതി എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതൃത്വം സമ്പൂർണ്ണമായിട്ടും അഴിമതിക്ക് വിധേയമായിരിക്കുന്നു എന്നതാണ് പൊതുസമൂഹത്തിൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയായി. നേരത്തെ അങ്ങനെയല്ല, കുറച്ച് പേരെങ്കിലുമൊക്കെ നല്ല ആളുകളുണ്ട് എന്ന് കരുതപ്പെട്ടിരുന്നു. ഇപ്പോൾ ആരുമില്ല, എല്ലാവരും കള്ളന്മാരാണ്. കളവ് നടത്താനായിട്ടുള്ള വൈദഗ്ധ്യമാണ് അവരുടെ നേതൃപാടവം എന്നുവരെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക ചുറ്റുപാടിലാണ് നാം ഈ വിഷയത്തെ കാണുന്നത്. അപ്പോൾ ഇവിടെ ശബരിമലയിൽ നടന്ന ഈ കൊള്ള ഇപ്പോൾ 2 കിലോയിലധികം സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നാണ് SITയുടെ ഒരു നിഗമനം. അതാണ് പൊതുവെ. അപ്പോൾ 2 കിലോയിലധികം സ്വർണം മോഷ്ടിക്കപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യം ആരാണ് ചെയ്തു കൊടുത്തത്? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ ഒരു ചെറിയ മനുഷ്യൻ, അയാളൊരു ചെറിയ മനുഷ്യനായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. അയാൾക്ക് ആകെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറേ കാലം മുമ്പ് അദ്ദേഹം ശബരിമലയിലെ ഒരു കീഴ്ശാന്തിയുടെ പരികർമ്മിയായി അവിടെയൊക്കെ പരിങ്ങി നടന്നിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു, അവിടെ നടക്കുന്ന കളവുകളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് കച്ചവടം പഠിച്ചു. അതിനുശേഷം അയാൾ കച്ചവടക്കാരനായി. അങ്ങനെയാണ് നമ്മൾ അയാളെ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അയാൾക്ക് അറിയാം ഒറ്റയ്ക്കത് നടത്താൻ പറ്റുന്നതല്ല, അതിന് കുറേ ആളുകൾ വേണം. അതിനാണ് മുരാരി അടക്കമുള്ളതായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സഹായം അതിനകത്തുണ്ടായി. അങ്ങനെയാണ് 10 ഉദ്യോഗസ്ഥരിപ്പോൾ ഇതിനകത്ത് പ്രതികളാണ് എന്ന് വരികയും കേസന്വേഷണം ആരംഭിക്കുന്ന സമയത്ത് ഈ 10 പ്രതികളെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേസന്വേഷണം മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയണം, അയ്യോ 10 അല്ല 15 ഉണ്ട്. ബാക്കി വരുന്ന 5 പേരെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് പുറത്തുള്ള ആളുകളാണ്. അവരാണ് രാഷ്ട്രീയക്കാരാകാൻ സാധ്യതയുള്ളത്. നമുക്കിപ്പോഴും ഇത് വ്യക്തമായിട്ട് പറയാനായിട്ട് പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടില്ല. കാരണം വളരെ കർശനമായി, വളരെ സ്ട്രിക്റ്റായി ഒരു വാർത്ത പോലും പുറത്തു പോകാതിരിക്കാനായിട്ടുള്ള ഒരു ശ്രദ്ധ അന്വേഷണ ഉദ്യോഗസ്ഥ സംഘത്തിനുണ്ട് എന്നുള്ളതാണ്. കാരണം അവരുടെ കയ്യിൽ നിന്നൊരു വാർത്ത ചോർന്നു പോവുകയും അത് നേരത്തെ സിനൂജ് സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും മന്ത്രിയോ മുൻമന്ത്രി അതല്ലെങ്കിൽ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ദേവസ്വം ബോർഡിലെ പ്രധാനികൾ, ഇവർക്കൊക്കെ അതിനകത്ത് പങ്കുണ്ടെന്ന് വരുന്ന ഒരു ചെറിയ വാർത്ത ചോർന്നാൽ മതി കേരളത്തിന് തീപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു തരത്തിലും ആ വാർത്തകൾ പുറത്തു പോകാതിരിക്കാനായിട്ടുള്ള ഒരു നിഷ്കർഷ ഉദ്യോഗസ്ഥന്മാർ പുലർത്തുന്നെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ കേരളത്തിൻ്റെ ഇതിനുള്ള താല്പര്യം ഇതിനകത്ത് മന്ത്രിയോ മുൻമന്ത്രിയോ അതല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ അടക്കമുള്ളതായിട്ടുള്ള ആളുകൾക്ക് പങ്കുണ്ടോ എന്നുള്ള അന്വേഷണമാണ് നിൽക്കുന്നത്. ആ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇത് CPM നേതൃത്വത്തിലേക്കുള്ള അന്വേഷണമായിട്ട് മാറിത്തീരും. CPM നേതൃത്വത്തിന് അതിൽ പങ്കുണ്ടോ എന്നുള്ള വലിയ ചോദ്യം ഉയരുകയാണ് ചെയ്യുന്നത്. 2 പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഒന്ന്, CPM എന്ന് പറയുന്നത് എന്തായാലും ഈ ഭക്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഭക്തി പ്രസ്ഥാനത്തിലെ വക്താക്കളല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് ലക്ഷോപലക്ഷം വിശ്വാസികളുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ആ പാർട്ടി ഒരിക്കൽ പോലും വിശ്വാസ പ്രമാണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആചാരങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു പാർട്ടിയല്ല. പക്ഷേ ആ പാർട്ടിക്ക് വളരെ കർശനമായിട്ട് അഴിമതിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് കഴിയുന്ന ഒരു പശ്ചാത്തലം നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് മാറിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേസായിട്ട് ഈ കേസ് മാറിത്തീരും. എന്നുവെച്ചാൽ ഈ പോറ്റിയെ ചോദ്യം ചെയ്ത് നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അത് മുൻമന്ത്രിയോ അതേപോലെ തന്നെ ദേവസ്വം ബോർഡിലെ പ്രമാണിമാരോ ഉൾപ്പെട്ടതാണ് എങ്കിൽ
അതിന് ഉത്തരവാദിത്വം പറയാനായിട്ടുള്ള ബാധ്യത CPM-ൻ്റെ തലയിൽ വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. CPM ആയിരിക്കും പിന്നീട് വിചാരണ ചെയ്യപ്പെടുക. അതാണ് ഇതിനകത്തെ ഈ വാർത്തയുടെ ഒരു പ്രാധാന്യം യഥാർത്ഥത. അത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ല അത്. ഇത് അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ അഴിമതിയിൽ ഇവർ പെട്ടിട്ടുണ്ട് എങ്കിൽ അത് CPM-നെ തന്നെ തുടച്ചു മാറ്റുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു സംഭവമായി മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്, തനിക്ക് ഇതിൽ നിന്ന് വലിയ ലാഭം കിട്ടിയില്ല. അപ്പം സാറ് പറഞ്ഞ ഉൾപ്പെടെ 2 മുതൽ 4 കിലോ സ്വർണം വരെ ഇതിനകത്തുനിന്ന് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിലൊരു വലിയ പങ്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കിട്ടുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു, ഇതിൽ നിന്ന് എനിക്ക് യാതൊരു ലാഭവും കിട്ടിയില്ലെങ്കിൽ ഇത് ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടു. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇത്രയും സ്വർണം അത്ര ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മാഷ് പറഞ്ഞതുപോലെ ഒരുപാട് ആളുകളുടെ പിന്തുണ വേണം, ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളുടെ, പോലീസ് ഉൾപ്പെടെയുള്ള മേഖലയിലുള്ളവരുടെ. അപ്പോൾ CPM അനുകൂല ദേവസ്വം സംഘടനകളുടെയും പിന്തുണ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു പങ്ക് CPM-ന്റെ ഉന്നതനിലേക്ക്, മന്ത്രിയിലേക്ക് എത്തിപ്പെടാം. അവരറിയണമെന്നില്ല ഇത് സ്വർണം വിറ്റ് കിട്ടിയ കാശാണെന്ന്. ഇതൊരു ഷെയർ എന്ന രീതിയിൽ അവരുടെ ഇതിലേക്ക് വരാം. അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് CPM-ലെ പല നേതാക്കളുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴും. അല്ല, സാധാരണ രീതിയിൽ ഇത്തരം മേഖലകൾ CPM മാത്രം ഒറ്റയ്ക്ക് നടത്തുന്ന പരിപാടിയായിരിക്കില്ല. അതിനകത്ത് കോൺഗ്രസ്സുകാരും ഉണ്ടാവും, BJP-ക്കാരും ഒക്കെ ഉണ്ടാവും. അങ്ങനെ അതൊരു കൂട്ടുകച്ചവടമാണ്. ആ കൂട്ടുകച്ചവടത്തിൻ്റെ സാധ്യതകളാണ് എപ്പോഴും നമ്മൾ ഇതേപോലെയുള്ള മേഖലകളിൽ നിന്ന് കാണാൻ സാധ്യതയുള്ളൂ. പക്ഷേ അതിനകത്ത് കോൺഗ്രസ്സോ BJP-യോ വരുന്നത് പോലെയല്ല CPM അതിൽ വരികയും CPM അതിൻ്റെ ഭാഗമാകുകയും ചെയ്താൽ CPM എന്ന് പറയുന്ന സംഘടനയ്ക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്താണ് എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് ആളുകളിങ്ങനെ വച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഇയാളെ പിടിച്ചുകൊണ്ടുപോയ സമയത്ത് പോലീസിൻ്റെ മുമ്പിലൊക്കെ വെച്ച് ആളുകൾ വളരെ ബഹളം ഉണ്ടാക്കുകയും ഇയാൾക്കെതിരെ ഷൂ എറിയുകയൊക്കെ ചെയ്തു. കൃഷ്ണൻ നമ്മുടെ പോറ്റിക്കല് അതേത് കള്ളനും കിട്ടുന്ന ഒരു പാരിതോഷികമാണ്. മനസ്സിലായി? എവിടെ കള്ളനെ ആ പോലീസ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായാലും ആളുകൾ കൂക്കു വിളിക്കുകയും ചെരുപ്പറിയും കല്ലെറിയുകയും ഒക്കെ ചെയ്യും. പക്ഷേ കള്ളനിൽ നിന്ന് ഇയാൾ ഒരു രാഷ്ട്രീയ ഏജൻ്റായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ് കേരളത്തിലെ രാഷ്ട്രീയ ലോകം പരിശോധിക്കാൻ പോകുന്നത്. രാഷ്ട്രീയം ഇതിനകത്തില്ല എങ്കിൽ ഒരു പ്രശ്നവും ആർക്കും സംഭവിക്കാനായിട്ട് സാധ്യതയില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഈ 2 കിലോഗ്രാമിലധികം വരുന്ന സ്വർണം പങ്കുവെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പങ്ക് പറ്റിയ എല്ലാ ആളുകളും എന്തു ചെയ്യും? വിചാരണ ചെയ്യപ്പെടും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയുന്നത് പോലെ അയ്യപ്പനെ പറ്റിച്ചവൻ തീർച്ചയായിട്ടും അയ്യപ്പനാൽ ശരിപ്പെടുത്തപ്പെടും എന്നുള്ള ആളുകളുടെ വിശ്വാസമാണ്. പക്ഷേ വിഷയം ഇതിനകത്ത് രാഷ്ട്രീയം ആയിട്ട് ബന്ധപ്പെട്ടതും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പങ്കാളിത്തമാണ്. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കേരളത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു സംഭവമായിട്ട് മാറിത്തീരാൻ സാധ്യതയുണ്ട്. നമുക്കൊരിക്കലും ഈ പറയുന്ന ആളുകൾ, മന്ത്രിയോ അതേപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനോ ഒക്കെ ഇതിൽ പങ്കാളികളാണ് എന്ന് അനുമാനം നടത്താനല്ലാതെ മറ്റു തരത്തിലെ സാധ്യതയും നമ്മൾ മുന്നിൽ വന്നിട്ടില്ല. പക്ഷേ ഈ കേസിൻ്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത് ഇതിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പങ്കാളിത്തമുണ്ടോ ഇല്ലെന്നുള്ള. പങ്കാളിത്തമില്ല എങ്കിൽ അതിൻ്റെ ഗൗരവം കുറഞ്ഞു പോകും, അതൊരു കളവ് മാത്രമായിട്ട് കണക്കാക്കപ്പെടും. പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പങ്കാളിത്തമുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമായ ഇമ്പാക്റ്റ് ആയിരിക്കും കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകും. കാരണം എന്താ വെച്ചാൽ ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാലം മുതൽ തന്നെ CPM എടുക്കുന്ന നിലപാടുകൾ ഭക്തജനങ്ങളുടെ ഒരു വികാരവുമായിട്ട് ചേർന്ന് പോകുന്നതല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ തന്ത്രി ആയിക്കോട്ടെ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇവരൊക്കെ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ബാഹ്യമായ പിന്തുണ CPM-ന്റെ മന്ത്രിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ആ നിലയിൽ അവിടെ ഉണ്ടായിരുന്ന നേതാക്കളുടെ ഭാഗത്തുനിന്നോ ഒരു പിന്തുണ ലഭിച്ചു. ഇത് ജനങ്ങൾ വിശ്വസിക്കും. അപ്പോൾ അവരെ കൂടി ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത ഇനി പാർട്ടിക്ക് ഉണ്ടാവില്ലേ? പാർട്ടി ഇത് വലിയ ബാധ്യതയിൽ തന്നെ ആയിത്തീരും. ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് അവർക്ക് പങ്കാളിത്തം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പാർട്ടിയുടെ തലയിലാണ് വന്ന് വീഴാൻ പോകുന്നത്. ആദ്യം അവരെയാണ് വെളിപ്പെടുത്തപ്പെടുക, റിവീൽ ചെയ്യുന്നത് ഈ നേതൃത്വമായിരിക്കും. മുൻമന്ത്രിയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനോ ദേവസ്വം ബോർഡ് അംഗങ്ങളോ ഒക്കെ ആയിരിക്കും ആദ്യം റിവീൽ ചെയ്യപ്പെടുന്നത്. രണ്ടാമത് ചെന്ന് ചേരാൻ പോകുന്നത് എവിടെയാണ്? ഇവരെയൊക്കെ ഈ ബോർഡിലേക്ക് കൊണ്ടുവന്ന് വെച്ച പാർട്ടിയുടെ തലയിലായിരിക്കും അവസാനം ചെന്ന് വീഴുക. അപ്പോൾ ഇത് എന്താണ് എന്ന് അറിയാനായിട്ട് വലിയൊരു ആകാംക്ഷ നമുക്കും അതേപോലെ തന്നെ കേരളത്തിനും ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. പോറ്റിയെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഇന്ന് ദീപാവലിയാണ്, ഇന്ന് ഒരു ചോദ്യം ചെയ്യലില്ല, പുള്ളി സുഖമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. നാളെ മുതൽ വീണ്ടും അത് ആരംഭിക്കും. അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കൂടി
ഇതിനകത്ത് വ്യക്തമാക്കപ്പെടും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപാട് കയ്യിലിരിക്കുന്ന കുറേ സാധനങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നിട്ടുണ്ടല്ലോ. അതെ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങൾ, അതൊക്കെ അതിൻ്റെയൊക്കെ നിജസ്ഥിതികൾ മനസ്സിലാകുമ്പോൾ മാത്രമാണ് ഇതിൽ എങ്ങനെയാണ് മറ്റ് ആളുകളുടെ ഇടപെടലുണ്ടായിട്ടുള്ളതെന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.